കമോൺ കമോൺ. ഋഷിയുടെ ഫ്ലൈറ്റ് ഏതാ? ഇൻഡിഗോ ആണോ? ഐ ലവ് യു. I love you. ഐ ലവ് യു ശ്വേത. Bye. ടാറ്റാ ബൈ. See you. പണ്ടൊക്കെ തായ്ലൻഡിൽ പോയി ഇറങ്ങുമ്പം കിട്ടിക്കൊണ്ടിരുന്നൊരു ഫീലാണ് ഇപ്പൊ ബാലിയിൽ വന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. So this is my house. We have 3 rooms. Joanette to take 1 room. രാവിലെ ഒരു ചായയും ഉഴുന്നോടെയും കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ലിറ്റിൽ ഇന്ത്യയിലെ ATVയിലേക്ക് വന്നിരിക്കുകയാണ്. വഴക്കുണ്ടാക്കരുത്. നല്ല കുട്ടിയല്ലേ. എവിടെ പോകണ്ടേ? അന്ന് പോയിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. നമ്മളങ്ങനെ ആദ്യമായി പറഞ്ഞ സാമ്പാർ വട നല്ല കട്ടി വടയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലാണ് മറ്റേ മുരിഞ്ഞിരിക്കുന്ന വട കിട്ടുന്നത്. അത് ചില സ്ഥലത്തേ കിട്ടുള്ളൂ. നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സാമ്പാർ വട കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പൂരി മസാലയും പിന്നെ ഇഡ്ഡലി സാമ്പാറും ചായയൊക്കെ കുടിച്ചായിരുന്നു. ഫിൽറ്റർ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. അതൊന്നും എടുക്കാൻ മറന്നുപോയി. കാരണം ഋഷി കഴിച്ചായിരുന്നു. അതൊക്കെ എടുക്കാൻ മറന്നുപോയി കഴിച്ചു. കാരണം വിശന്ന് പൊളിഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി ഞങ്ങളിപ്പോൾ ടോണിച്ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വീണ്ടും കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവിടെ നിശ്ചയിച്ച് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. നോക്കൂ. നല്ല അടിപൊളി ചിക്കൻ കറി, പിന്നെ ചൈനീസ് ഗ്രീൻ പീസ്, പിന്നെ ഇതെന്തത് പുലാവാണോ? ഗീ റൈസ്, പിന്നെ സലാഡ്. താങ്ക് യു ഋഷി. ബാ കമോൺ, ലെറ്റ്സ് ഹാവ് ഫുഡ്. ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ പര്യവസാനിച്ച് ശ്വേതനെ ഋഷിനെയും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള പറയണമല്ലോ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഗൈസ് അല്ലേ? ഇത്രയും നാള് ചിരിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ഇത്ര നാള് ഫാമിലി ട്രിപ്പ് ആയിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. ഞാൻ നാട്ടിൽ പോകുന്നില്ല, ഒരു നാട്ടിൽ പോകുന്നു. ദാറ്റ്സ് സിമ്പിൾ അല്ലേ? നല്ല ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല പോരായിട്ട്. വരുന്നോ? അല്ല വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോണ്ടേ. പോകാൻ നേരം തോമസ് പോകാൻ നേരമാണ് അവന് എന്താ പറയാ കളിപ്പിരാന്ത് കയറിയത്. ശേ ബൈ. നിശ്ചയിച്ചിക്കും ലൂക്കാ ചേട്ടൻ ഒരു ഹഗ് കൊടുത്തേ. ലൂക്കാ ചേട്ടനൊക്കെ ഹഗ് കൊടുക്കേ. കൊടുക്ക. എന്താ ലോറ ആന്റിക്ക് ഹഗ് കൊടുക്ക. ലോറയ്ക്ക് ഹഗ് കൊടുക്ക. ഓക്കെ പോവാം. ഓക്കെ കം ലെറ്റ്സ് ഗോ. എല്ലാരും വ്ലോഗ് എടുപ്പാണ്. ശ്വേത വ്ലോഗ് എടുപ്പാണെന്ന് തോന്നുന്നു. എല്ലാരും വ്ലോഗ് എടുപ്പാണ്. എടാ നീയും കൂടെ തുടങ്ങണം അന്ന് പറഞ്ഞ പിന്നെ ഒരെണ്ണം. അവനും കൂടെ ഉള്ളിട്ട് വ്ലോഗ് എടുക്കാത്തത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ആൻഡ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, എൻ്റെ ഫ്ലൈറ്റ് 9:30, ശ്വേതയുടെ ഫ്ലൈറ്റ് 10:30. അപ്പം ഞാൻ ബാലിക്ക് പോവും, അവർ ചെന്നൈക്ക് പോവും. അവർക്ക് അവിടെ പോയിട്ട് വന്നിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ബാലിയിലേക്ക് ഞാൻ സിംഗപ്പൂർ എയർലൈൻസിലും ചെന്നൈയിലേക്ക് അവർ ഇൻഡിഗോയിലുമാണ്. ഞങ്ങളുടെ നിയർ ബൈ ഗേറ്റ്സ് ആണ്. ഒരേ ടെർമിനലിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്ത് നോക്കി എടുത്താണ്. ഡിസ്നിലാൻഡിൽ പോയപ്പോൾ അയൺമാനെ കണ്ടിട്ട് പേടിച്ച് നിലവിളിച്ച് അയൺമാൻ്റെ മറ്റേ ഇതുണ്ടല്ലോ സ്പേസ് ഷിപ്പിൽ കയറിപ്പോയി. അതിൽ കയറിപ്പോയിട്ട് പേടിച്ച് നിലവിളിച്ച് കരച്ചില്ലായിരുന്നു, അലറി വിളിച്ച്. ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ്. അയൺമാൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. കമോൺ. ഋഷിയുടെ ഫ്ലൈറ്റ് ഏതാ? ഇൻഡിഗോ ആണോ? എവിടെ ഇൻഡിഗോടെ ചെക്കിൻ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന എവിടെ? ചെക്കിൻ ഏരിയയിലേക്ക് പോകാം. വാ. ഞങ്ങളുടെ ടോയ്സിന്റെ പെട്ടി ഞങ്ങളെ പിടിക്കുകയുള്ളൂ. അത് വേറെ ആർക്കും തരില്ല. അങ്ങേ അറ്റത്ത് പോകണം. യെസ് അങ്ങേ അറ്റത്ത് പോകണം. കമോൺ ഗൈസ്. അപ്പോൾ ഞാനിവിടെ വന്നു. എൻ്റെ ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്തു, ബാഗ് സാധനങ്ങൾ പ്രിന്റ് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഗോ. ഇറ്റ്സ് വെരി ഈസി ഇൻ സിംഗപ്പൂർ എയർപോർട്ട്. തിങ്സ് ആർ വെരി ഈസി. യെസ് എക്സിറ്റ്. കമോൺ. സോ വി ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഹിയർ and we can go drop your bag here. Hi. Should I scan the passport? Okay. Take out the green purple. Okay, this one. Stick here. Yes. To here. Okay. See on the back. Yep. So I don't get any baggage tag? Oh, I get it here. Okay, fine. Take picture, please. Scan the boarding pass. 45 kilo allowance. Second one? Do you have second one? No, just one, yeah. So this is my baggage tag, okay. Yeah, Thank you. You have 2 receipts. Okay, thank you. Come on. 45 kilo luggage എനിക്ക്. ജോൺസൺ
അല്ലല്ല അത് ഞാൻ മറ്റേ സ്റ്റാർ ലൈൻസിന്റെ ഗോൾഡ് മെമ്പറാ. അതുകൊണ്ട് എനിക്ക് 15 കിലോ എക്സ്ട്രാ കിട്ടും. പ്രയോറിറ്റി ചെക്കിൻ എനിക്ക് അകത്ത് കയറി ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീയാ, മനസ്സിലായേ? ഇനി കം ലെറ്റ്സ് ഗോ ടു ഇൻഡിഗോ. അങ്ങേറ്റം ബാ 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 ബാ. ബൈ പറഞ്ഞോ? ചോണിച്ചേട്ടനോട് ബൈ പറഞ്ഞോ? ഒരു ഉമ്മ കൊടുത്തേ. അച്ചോടാ, എനിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. ഇനി ഞങ്ങൾ പോകാൻ ധൃതി പിടിച്ച് നിൽക്കുവോ ഇനിയിപ്പോ? ലോറ ചേച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത മറന്നുപോയോ? ഹഗ് ചെയ്തു, ഉമ്മ കൊടുത്തില്ല. ഇറ്റ്സ് ഓക്കെ, ഇനി പിന്നെ കൊടുക്കാം. സന്തോഷം നോക്ക്. എന്നാ പോവാം. ഫ്ലൈറ്റിൽ കയറും, അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ, അമ്മയുടെ ബാഗിലുണ്ട്. മക്കിനും റിമോട്ടും ബാഗിലല്ലേ ശ്വേത? മക്കിനും റിമോട്ടും ബാഗിലുണ്ട്. ദെൻ കം ലെറ്റ്സ് ഗോ. പോകണ്ടെന്ന് എന്നാ നിങ്ങൾ കൊണ്ടുപോക്കോ, തിരിച്ചു കൊണ്ടുപോക്കോ. ഞങ്ങള് ചെന്നൈക്ക് പൊക്കോളാം. പറയല്ലേ. Okay, അപ്പോൾ see you again. All the best for your podcast and future all the problems. Problems അല്ല, എല്ലാം എന്ത് പരിപാടി ഉണ്ടായാലും എല്ലാത്തിനും ഒരു ബൈ. ചേതൻ വ്ളോഗാണ് ഗൈസ്, എല്ലാരും വ്ളോഗാണ്. Thanks for coming. Thank you. Welcome to your second home, Singapore. ഇനി നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ എപ്പോ വരത്തില്ലായിരുന്നു. യെസ്, 2 കൊല്ലത്തെ സിംഗപ്പൂർ വിസ. ഇനിയിപ്പോ ഏത് സമയത്തും ഫ്ലൈറ്റ് എടുത്ത് വരാം. അപ്പോ ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതെന്റെ പുതിയ പാസ്പോർട്ട് വെക്കുന്ന ബാഗാണ്. എനിക്ക് ഇതെന്താ, ഇതിനകത്ത് എൻ്റെ പാസ്പോർട്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ്, സംഭവങ്ങള്, പ്രയോറിറ്റി പാസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് ഭയങ്കര കോമ്പാക്ട് ലൈറ്റ് വെയിറ്റ് സാധനം, പാക്ക് സേഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടോ. നൈസല്ലേ? അപ്പോൾ ശരി, ബൈ. സീ യു അഗൈൻ. ബൈ. സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ കിട്ടും. എസ്പെഷ്യലി ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് കിഡ്സ്, ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് ഇപ്പം ഫാർ ബെറ്ററാണ് ഈ ഒരു കാര്യത്തിൽ. പുതിയ നവി മുംബൈ എയർപോർട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പോയി നോക്കണം. ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് കണ്ടില്ല നോക്കിയേ, ചേട്ടൻ ഇവിടെ വ്ളോഗൊക്കെ ചെയ്ത് നടക്കുക. ഹലോ, ഇന്ന് ഫ്ലൈറ്റ് മിസ്സാക്കുമോ? നിന്റെ കളറും ആ ചെടിയുടെ കളറും എല്ലാം ഒരേപോലെ ഇരിക്കും. ഗൈസ്, ഇത് കണ്ടോ? ഇതിന്റെ മുകളിൽ നോക്കി, ഇതൊക്കെ പുതിയതാണെന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത് കണ്ടോ, താഴെ വെള്ളം ഉള്ള പോലെ തന്നെ മുകളിലും വെള്ളം. ഇത് ഇവിടെ താഴെയും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ നോക്കി, പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുക ഫിഷിന്. വാവ്, കൊള്ളാലേ. ഇത് ഭംഗിയല്ലേ ഈ എയർപോർട്ട്? ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേ ആണേ, ആ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇങ്ങനെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് അടിപൊളിയാക്കി ഇരിക്കുകയാണ്. കണ്ടോ, നൈസ്. നമ്മുടെ അമ്മയും മോനെ വീഡിയോ എടുത്ത് കളക്കുക. ഞാൻ പോവാണ്. അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ്, ഞാൻ പോവാണ്. എച്ചോടാ എന്റെ മുത്തിനെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പ ചെന്നൈ വരുമ്പോഴത്തേക്കിനും കാണും കേട്ടോ. എന്തോ സാരമില്ല, ഊതി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, കണ്ണ് വെള്ളം ഒഴിച്ച് കഴുകണേ, മരുന്ന് ഒഴിച്ചു കൊടുക്കണേ, കഴുകണേ. ശരിയാണേ. ഉമ്മ വന്നപ്പോഴേക്ക് I love you. ശരി എന്നാ, ബൈ. എനിക്കില്ല. നിനക്കും തരാം, നിനക്കും വേണമല്ലേ? ഐ ലവ് യു ശ്വേത. അപ്പൊ ശരി, ടാറ്റ പറ. ബൈ. എന്റെ മുത്തക്കുട്ടി അപ്പുറത്തും ഇപ്പുറത്തും ആയോ? ഞാൻ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് കയറി വന്നു. എൻ്റെ മുത്ത് അപ്പുറത്ത്. അവരുടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരുടെ ഫ്ലൈറ്റ്. എന്തു അവസ്ഥയാന്ന് നോക്കിയേ. ഇത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇത് ശ്വേത അവിടെ നിന്ന് വിളിക്കുന്നത്. ശ്വേത, നിങ്ങൾ അപ്പുറത്ത് ചെന്ന് ഇതേപോലെ ക്യൂ നിന്ന് വേണം അകത്ത് കയറാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ക്യൂ ഒന്നുകിൽ ആദ്യമേ കയറി തുടങ്ങിയിട്ട് അകത്തിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ അവസാനം കയറാം, ഇല്ലെങ്കിൽ ക്യൂവിന്റെ ഇടക്ക് ഇതായി പോകും. ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ, അവിടെ പോയിരുന്നോ. അവിടെ പോയിരുന്നിട്ട് എന്റെ ഇപ്പൊ ബോർഡിങ് തുടങ്ങും. they will start boarding now. അപ്പൊ നീ അങ്ങോട്ട് അപ്പൊ അത് അവിടെ പോയി ഇരിക്കും. അപ്പൊ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അത് തുടങ്ങുമല്ലോ. എനിക്ക് അപ്പോഴേ അവര് തുടങ്ങത്തുള്ളൂ. അപ്പൊ അവര് തുടങ്ങുമ്പോഴത്തേക്കിനും ആദ്യം കയറി അകത്തിരുന്നാ മതിയല്ലോ. പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ, പിന്നെ ക്യൂ നിൽക്കണ്ടല്ലോ. കൊള്ളാം അല്ലേ? ഒരു ജനലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ see you. Bye. I miss you too. അവിടെ പാവം നിൽക്കുന്നുണ്ടോ? I miss you too, ഋഷി. I miss you too. ഉമ്മ, ഒരു ഉമ്മയും കൊടുത്താ.
ഉമ്മ ബൈ പോക്കോ ബൈ ബൈ പോക്കോ 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 ബൈ ബൈ. ഞങ്ങൾ ഇത്ര ദിവസം ഒരുമിച്ചല്ലായിരുന്നോ? സോ ഭയങ്കര മിസ്സിങ് ആണ്. എൻ്റെ 9:30 ഫ്ലൈറ്റ് ചെയ്താൽ 10:30 ഫ്ലൈറ്റ്. അപ്പോൾ അവരവിടെ പോയിട്ട് ഇതേപോലെ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അകത്ത് കയറി നിൽക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ബാലി പോയിട്ട് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഹോം സ്റ്റേയുടെ സർവീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് നടക്കാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളോട് നോക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഷെയറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പല സാധനങ്ങളും നോക്കാനും എനിക്ക് പെരുമാറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി ബോർഡിങ് കിട്ടും. സ്റ്റാർ ലൈൻസ് ഗോൾഡ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സ് കയറിയ ഉടനെ നമുക്ക് കയറാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോർഡിങ് ചെയ്യുമ്പോഴത്തേക്കിന് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങളിരിക്കുന്ന എമർജൻസി എക്സിറ്റ് റോയിലാണ്, എന്തെങ്കിലും എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂവിനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണോ എന്ന ഒരു വാർണിംഗ് അവർക്ക് അവിടെ വന്ന് അവർ ചോദിക്കും. നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളെ അവിടെ ഇരുത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് മാറ്റി വേറെ എവിടെയും കൊണ്ടിരുത്തും. ഞാൻ എമർജൻസി എക്സിറ്റ് റോയിലായിരിക്കുന്നത്. ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ബോയിങ് 737 ചെറിയ വിമാനത്തിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞാനിതുവരെ ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ ചെറിയ വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇതിനകത്ത് ലൈഫ് ഫ്ലാറ്റ് ബെഡുണ്ട്. അങ്ങനത്തെ ഒരു ബിസിനസ് ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര നല്ല സംഭവമാണ്. ഹായ്, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ഹൗ ആർ യു? 49A. It's your headphones for the movie. താങ്ക് യു. 49. ഓ, ഇത് അടിപൊളി ബിസിനസ് ക്ലാസ് ആണ്. Can you double check with me? I know your seat number. Good evening. 49A. Sorry? 49A 49A. on my back. Hi. It's gonna be here. Thank you. Thank you so much. I should keep it up, right? Yeah. I can't keep it down, right? I cannot keep it down here, right? Yeah. I can. Keep it up. Yes, you can. Keep it down. Okay, fine. Thank you. It's an emergency. Yeah, Yes, that's why I asked you. Okay. there. Yeah, sure, I'll do that. Thank you. Thank you. എമർജൻസി എക്സിറ്റ് ആണ്. അപ്പോൾ താഴെ വെക്കാൻ പറ്റില്ല ഗൈസ്. എക്കണോമിയിലെ ബിസിനസ് അല്ല, എക്കണോമിയിൽ ആദ്യമായിട്ട് വന്ന് കയറിയത്. വേറെ ആരും വന്നിട്ടില്ല. അടില്ലേ, ഐ ആം ദ ഫസ്റ്റ് അളിയാ, ഐ ആം ദ ഫസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ 737 കയറിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. നിങ്ങളിപ്പോൾ കയറിയപ്പോൾ തന്നെ ആണല്ലേ, ആദ്യം കയറി വന്നുകൊണ്ട് തന്നെ അവർ നമ്മളെ ബിസിനസ് ക്ലാസ്സിലൊക്കെ കൊണ്ടിരുത്തുന്ന പോലെ തന്നെ എൻ്റെ സീറ്റൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. പിന്നെ എല്ലാത്തിലും നല്ല അടിപൊളി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡിലൻ എയർലൈനാണ് ഇത്. നല്ല എമർജൻസി എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. എമർജൻസി എക്സിറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ലെഗ് സ്പേസ് എന്തായാലും ഉണ്ട്. ഇത് ഇവരുടെ ക്രിസ്ട്രോപ്പ് എന്ന് പറഞ്ഞ ഇൻഫ്ലൈറ്റ് മാഗസിനാണ്. മൊറോക്കോയിൽ നിന്നും പറഞ്ഞൊരു പെർഫ്യൂമിൻ്റെ ഒരു പരസ്യമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സംഭവങ്ങളും സെയിലും ഡ്യൂട്ടി ഫ്രീ സെയിലും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻഫ്ലൈറ്റ് വൈഫൈ ഉണ്ട്. ഫ്രീ ആണെന്ന് തോന്നുന്നു. വിൽ ബി അവൈലബിൾ അറ്റ് അറൗണ്ട് 10,000 feet. ഓക്കെ, ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഫ്ലൈറ്റ് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ അതിന് വേണ്ടി അവരൊരു സംഭവം പറയുന്നുണ്ട്, നമ്മൾ ക്രിസ് ഫ്ലയർ മെമ്പർ ആയിരിക്കണം. പിന്നെ ഇവരുടെ ഫ്രീക്വൻറ്റ് ഫ്ലയർ ഇത് നമ്മളുടെ ടിക്കറ്റുമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രീമിയം എക്കോണമി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഉള്ള ആൾക്കാരായിരിക്കണം, എന്നാലും നമുക്കത് ഉപയോഗിക്കാം. എന്നാലും ലിമിറ്റഡ് ആണ്. സ്ട്രീമിംഗ് ഒന്നും പറ്റത്തില്ല. ഇമെയിൽ ചെക്ക് ചെയ്യാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, കിഡിലൻ കേട്ടോ, ഒരു രക്ഷയില്ല. കിഡിലൻ ക്വാളിറ്റി. പിന്നെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും അവർ എല്ലാവരെയും പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നു. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാം. അത് ഭയങ്കര ഒരു കാര്യമാണ്. നല്ല ഫ്രണ്ട്ലി ക്രൂ ആണ്. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനിതിൽ കൊച്ചിയിൽ പോയിട്ടില്ല. ഞാനിത് കാണുമ്പം ഭയങ്കര അടിപൊളിയാണ്. ബാഗൊക്കെ എടുത്ത് വെക്കാൻ സഹായിക്കുന്നു. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള നല്ല വാം വെൽക്കം, നല്ല ഇത് തരുന്ന സ്റ്റാഫ്. ഞാനിരിക്കുന്നത് വിങ്സിൻ്റെ മുകളിലാണ് ഗൈസ്, ചിറകിൻ്റെ മുകളിൽ. രണ്ട് മീൽ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. ചിക്കൻ പാസ്തയും പിന്നെ സിംഗപ്പൂർ സ്റ്റൈൽ ലക്സയും. അപ്പോൾ ഞാൻ ചിക്കൻ പാസ്ത പറഞ്ഞു. ഞാൻ മീലൊന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മീൽ വരുന്നത്? ഒരു കുപ്പി വെള്ളമുണ്ട്, പിന്നെ ഇതുപോലൊരു പേപ്പറിൻ്റെ ഒരു ഇതിനകത്ത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുന്ന പാസ്ത, ഒരു ബണ്ണുണ്ട്, പിന്നെ ഒരു ചീസ് കേക്ക് ഉണ്ട്, ഡെസേർട്ട്, പിന്നെ ഇതുണ്ട്, എന്താണ്, ബട്ടറും ഉണ്ട്, പിന്നെ കട്ട്ലറീസ്. ഞാനിവിടെ ഡൽഹി ക്രൈം സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്തോ ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു.
ഭയങ്കര ടർബുലൻസോടെ ഭയങ്കരമായിട്ട് കുലുങ്ങി പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളങ്ങനെ ബാലി എത്തി വീണ്ടും. നല്ല കംഫർട്ടബിൾ ഫ്ലൈറ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ മറ്റേ സീരീസ് കണ്ടുകൊണ്ടിരുന്നു. ഏതാ നമ്മുടെ ഡൽഹി ക്രൈം സീരീസ് ഉണ്ടല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ 2 സീസൺ കണ്ടു തീർത്തു. രണ്ടാമത്തെ സീസൺ അടിപൊളിയായിരുന്നു. ആദ്യത്തെ സീസൺ മറ്റേ ഡൽഹി ബസ് പീഡനം നടന്നില്ല, അതിൻ്റെ ആയിരുന്നു. Thank you, sir. താങ്ക് യു, ബൈ ബൈ. താങ്ക് യു, ബൈ ബൈ. അടിപൊളി ഗൈസ്, ബൈ ബൈ. പണ്ടൊക്കെ തായ്ലൻഡിൽ പോയി ഇറങ്ങുമ്പം കിട്ടിക്കൊണ്ടിരുന്നൊരു ഫീലാണ് ഇപ്പോൾ ബാലിയിൽ വന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തെത്തി. ഇത്തവണ ഞാൻ വിസ ഓൺ അറൈവലല്ല എടുത്തത്, ഈ വിസ എടുത്തിട്ടാണ് വന്നത്. ഈ വിസ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് പൈസ അടച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസ ഓൺ അറൈവൽ കൗണ്ടറിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ അൺനെസസറി ആയിട്ട് ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു പേജ് കളയില്ല എന്നുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. സെയിം റേറ്റ് ആണ്. ഇത് എൻ്റെ ബാഗ് തന്നെ അല്ലേ? നോക്ക്, എൻ്റെ ബാഗ് തന്നെ അല്ലേ? യെസ്, എൻ്റെ ബാഗ് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു. സോ ഐ ആം ഔട്ട്. സമയം ഇപ്പോൾ 12 1 മണി എന്തോ ആയി. അങ്ങനെ ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ഇഷ്ടംപോലെ ആൾക്കാർ സിം കാർഡ് എടുക്കാനുണ്ടാവും. എയർപോർട്ടിൽ നിന്ന് സിം കാർഡ് എടുക്കണമെങ്കിൽ എടുത്തു, ഇല്ലെങ്കിൽ അയറാല യൂസ് ചെയ്താലും മതി. ഞാൻ അയറാലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫുള്ള് ഏഷ്യ മൊത്തത്തിൽ യൂസ് ചെയ്യാവുന്നൊരു സിം എടുത്തിരിക്കുകയാണ് അയറാലയുടെ. ദാറ്റ്സ് വെരി ഹെൽപ്ഫുൾ. നമ്മൾ അയറാല ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സുജിത്ത് 4285 എന്ന് പറഞ്ഞ് കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു $3 നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. ദാറ്റ് യു ക്യാൻ റെഡീം ഇറ്റ് ഫോർ പർച്ചേസിങ് ദ സിം. പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യരുത് ഇവിടുന്ന്, അത് പുറത്ത് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഗ്രാബ് അല്ലെങ്കിൽ ഗോജക് എന്ന് പറയുന്ന ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യാം. സിമ്പിൾ. ഇവിടെ പുറത്ത് വരിക, ഗ്രാബ് ആപ്പ് വഴി ഗ്രാബ് ബുക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഗ്രാബ് ലൗഞ്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും, അവിടെ ഇരിക്കുക. സിമ്പിൾ. ഹായ്, ഗുഡ് മോർണിംഗ്. താങ്ക് യു. ആം ഐ ടു ലേറ്റ്? The car comes inside? Yeah. Okay. You get to the parking. Parking lot. Oh, it's okay. I didn't know that, so I go down there. Nice to meet you. Yeah, hi. So this is my house. Okay. Okay. So which one do you want to choose? I will choose whatever. Yeah, that's fine. So this is the house, right? Very good. So how many bedrooms you have here? Yeah, we have 3 rooms. So you need to take 1 room, isn't it? ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ രാവിലെ ഇന്നലെ രാത്രി ഞാൻ വന്ന് കിടന്നു. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് എടുത്ത പുൾവില്ലയാണ്. ഈ പുൾവില്ലയ്ക്ക് ഞാൻ ഒരു ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്ന 5000 രൂപയാണ്. ക്യാൻ യു ഗൈസ് ബിലീവ് ദിസ്? ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് എനിക്ക് 5000 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 1, അതേപോലെ തന്നെ ഇതിനകത്തൊരു മുറിയുണ്ട്, 2, ഇതൊരു മുറി, 3, മൊത്തം 3 മുറിയുണ്ട്. ഞാൻ ഒരാൾ മാത്രമായതുകൊണ്ട് എനിക്ക് ഒരു മുറിയാണ് തന്നിട്ടുള്ളത്. ഐ മീൻ വേറെ റൂമിലൊന്നും ആൾക്കാരും വരുമൊന്നുമില്ല, പക്ഷേ ഞാൻ മാത്രം അവിടെ താമസിക്കുകയുള്ളൂ. ഈ റൂം ഓപ്പണായി കിടക്കുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 റൂമുള്ള ഈ ഒരു പൂൾ വില്ല ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ 4-5 ദിവസം താമസിക്കുന്നുണ്ട്. അപ്പോൾ 4-5 ദിവസത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് 25,000 രൂപ റേഞ്ചിലാണ്. പെർ ഡേ 5000 രൂപ വെച്ചിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡീസൻറ്റ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്, ഫുള്ളി ക്ലോസ്ഡ് ആണ്. യു ഹാവ് എന്താ പറയുക, കംപ്ലീറ്റ് പ്രൈവസി ഹിയർ. ഞാൻ ബാലിയിൽ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ എടുക്കാറില്ല, കാരണം ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈവസി കിട്ടില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്കിവിടെ പൂളുണ്ട്, പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ എന്താ പറയുക, ബൈക്ക് റെൻ്റ് എടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനകത്തെ ഒരു ലിവിങ് ഏരിയ നോക്കിയേ, സി ഹൗ ബിഗ് ഇറ്റ് ഈസ് അല്ലേ? ഒരു അടിപൊളി ഒരു ലിവിങ് ഏരിയ. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് കുറച്ച് എന്താ പറയുക, കുറച്ചധികം പരിപാടികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ബീച്ചിനടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബീച്ചെത്തും. ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. നമുക്കിവിടെ വെള്ളമുണ്ട്, ഓവനുണ്ട്, മിക്സി ഉണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. യു ഹാവ് എവറിത്തിങ് ഹിയർ. റെഫ്രിജറേറ്റർ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, പാചകം ചെയ്യാം. ഒരു ബാലി സ്റ്റൈലിൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ദിസ് ഈസ് മൈ ബെഡ്റൂം. ഇവിടെയാണ് എൻ്റെ ബെഡ്റൂം. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് ഒരു പൂൾ വില്ലയിൽ